കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമം എന്ന പ്രഭാതത്തിൽ വാഴ്ത്തപ്പെട്ടമാറാകട്ടെ. ആത്മീയ ചിന്തകളിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. 29-ാം സങ്കീർത്തനത്തിൽ യഹോവയായിരിക്കുന്ന ദൈവത്തിൻ്റെ ശബ്ദത്തിൻ്റെ പ്രത്യേകത വെളിപ്പെടുത്തുന്നുണ്ട്. 3-ാമത്തെ വാക്യത്തിൽ യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു. 4-ാം വാക്യത്തിൽ യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. 7-ാമത്തെ വാക്യത്തിൽ യഹോവയുടെ ശബ്ദത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അഗ്നിജാലകളെ ചിഹ്നിക്കുന്ന ശബ്ദം എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു, കാദേശ് മരുവിനെ നടുക്കുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, അത് വനങ്ങളെ തോലുരിക്കുന്നു എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ യഹോവയുടെ ശബ്ദത്തിൻ്റെ പ്രത്യേകത, സവിശേഷത, ശ്രേഷ്ഠത അവിടെ വെളിപ്പെടുത്തുകയാണ്. പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെയുള്ള ശബ്ദം, പാറകളെ പിളർക്കുന്ന ശബ്ദം, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശബ്ദം, കാദേശ് മരുവിനെ നടുക്കുന്ന ശബ്ദം, വനത്തിലെ തോലുരിക്കുന്ന ശബ്ദം, വെള്ളത്തിന് മീതെ മുഴങ്ങുന്ന ശബ്ദം. ഈ ശബ്ദം ഇന്നേ ദിവസം നമ്മുടെ കാതുകളിൽ കേൾക്കുവാൻ, ഇമ്പകരമായി കേൾക്കുവാൻ, നമ്മളെ ബലപ്പെടുത്തുന്ന, ശക്തീകരിക്കുന്ന, മുൻപോട്ട് നയിക്കുന്ന ശബ്ദമായി, നമുക്ക് നല്ല ആലോചന പറഞ്ഞു തരുന്ന ശബ്ദമായി കേൾക്കുവാൻ തക്കവണ്ണം നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നാളുകളായി പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളുടെ മറുപടി ദൈവത്തിൻ്റെ പക്കൽ നിന്ന് കേൾക്കുന്ന പകൽക്കാലമായി തീരുവാൻ ദൈവത്തിൻ്റെ ശബ്ദത്തിന് വേണ്ടി നമുക്ക് കാതോർക്കാം. കർത്താവ് നമ്മളെ കേൾപ്പിക്കാതിരിക്കുകയില്ല. ആ കർത്താവിൻ്റെ ശബ്ദം കേട്ട് മുൻപോട്ട് കാൽച്ചൂടുകൾ വയ്ക്കുവാൻ കർത്താവ് എന്നെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. അതിന് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.